Welcome to Shalom Podcast. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംപിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഡിംപിൾ റീഷൻ. ഒരു വിദ്യാർത്ഥി പഠിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തെത്തുന്നത് ഒരു ശില്പമായി രൂപാന്തരപ്പെടുത്തുന്നതുമായി നമുക്ക് താരതമ്യം ചെയ്യാം. ഒരു ശിലയെ ലക്ഷണമൊത്ത ഒരു ശില്പമാക്കി മാറ്റാൻ പ്രഗത്ഭനായ ഒരു ശില്പി വിചാരിച്ചാൽ മതി. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം നേടി സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു നിലയിലെത്തണമെങ്കിൽ അവർ തന്നെ ശ്രമിക്കണം. സ്വന്തം കഴിവുകൾ കണ്ടെത്താനും അവ ഉപയോഗപ്പെടുത്തി വിജയിക്കാനും കഴിയണം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യന്റെ കാര്യത്തിൽ ശിലയും ശില്പവും, ശിലയെ ശില്പമാക്കേണ്ട ശില്പിയും അയാൾ തന്നെയാണ്. കഴിഞ്ഞ 1000 വർഷം കൊണ്ട് സമൂഹത്തിനുണ്ടായ മാറ്റത്തിലധികം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അച്ചടിയന്ത്രം ജർമ്മനിയിൽ നിന്ന് കേരളത്തിലെത്താൻ നീണ്ട 385 വർഷങ്ങളെടുത്തു. ഇപ്പോൾ അതല്ല സ്ഥിതി. ആശയങ്ങളും വാർത്തകളും കണ്ണടച്ചു തുറക്കും മുമ്പ് ലോകത്തിന്റെ ഏതു കോണിലും എത്തുന്നു. ഈ ഒരു വേഗതയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. വിദ്യാർത്ഥികൾ മാത്രമല്ല, രക്ഷാകർത്താക്കളും ഈ ഒരു ഓട്ടപ്പന്തയത്തിൽ പങ്കാളികളാവുകയാണ്. അക്കാഡമിക് മികവ് കൊണ്ട് മാത്രം ആർക്കും ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതിന് വേണ്ട ചില സ്കില്ലുകളും നമ്മൾ ആർജിച്ചെടുക്കണം. ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവ് എല്ലാവരിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് വെളിവാക്കാനുള്ള ഒരു കഴിവ് നേടുകയാണ് വേണ്ടത്. കെനിയക്കാരൻ ബരാക് ഒബാമ സീനിയറിന്റെയും അമേരിക്കക്കാരി സ്റ്റാൻലി ആഡനത്തിന്റെയും മകൻ ബരാക് ഒബാമ 48ാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്ന് ആരെങ്കിലും പ്രവചിച്ചിരുന്നു? സ്കൂൾ അധ്യാപകനായിരുന്ന ഹീരാചന്ദിന്റെയും ജമുന ബെന്നിന്റെയും മകൻ ധീരുഭായ് അംബാനി ഭാരതത്തിലെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയായ റിലയൻസിന്റെ ഉടമയായി തീരുമെന്നും ആരും കരുതിയിരിക്കില്ല. എല്ലാവരിലും ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. കഴിവ് ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നവരാണ് ജീവിത വിജയം നേടുന്നത്. ഓടാനുള്ള കഴിവ് ആമയേക്കാൾ മുയലിന് വളരെ കൂടുതലാണെങ്കിലും മത്സരത്തിൽ വിജയിച്ചത് ആമയല്ലേ. ഫിനിഷിംഗ് പോയിന്റ് വരെ തളരാതെ നിർത്താതെ പരമാവധി വേഗത്തിൽ ഓടാൻ ആമയ്ക്ക് കഴിഞ്ഞു. അതായത്, ആമയ്ക്ക് സ്ഥിരോത്സാഹമുണ്ട്. ഏത് കഠിനമായ ലക്ഷ്യവും നിറവേറ്റാനായിട്ട് ഈ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ പെർസീവറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ്, അത് കീഴടക്കാനായിട്ട് എഡ്മണ്ട് ഹിലാരി ആദ്യമായി ശ്രമിക്കുന്നത് 1951 ശ്രമം പരാജയപ്പെട്ടു. 1952 വീണ്ടും ശ്രമിച്ചു. കൊടുമുടിയുടെ നെറുകയിൽ എത്താറായപ്പോൾ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. കൊടുമുടിയുടെ താഴെ ഇറങ്ങി മേലോട്ട് നോക്കി അദ്ദേഹം വാശിയോടെ പറഞ്ഞത് എന്താണെന്നറിയൂ? ഹേ എവറസ്റ്റ്, നീ വളരുന്നില്ല, എന്നാൽ ഞാൻ വളരുകയാണ്. അടുത്ത തവണ നിന്നെ ഞാൻ കീഴടക്കും. 1953 എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കീഴടക്കുക തന്നെ ചെയ്തു. വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ളവരൊക്കെ തന്നെ സ്ഥിരോത്സാഹികളായിരുന്നുവെന്ന് നമുക്ക് കാണാം. വലിയ ലക്ഷ്യങ്ങൾ ഒരിക്കലും എളുപ്പം കൈവരിക്കാവുന്നതായിരിക്കില്ല. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണങ്ങൾ, തിരിച്ചടികൾ പല രൂപത്തിൽ അതിലുണ്ടാകാം. അവയെ നേരിട്ട് പാഠങ്ങൾ പഠിച്ച് വീണ്ടും മുന്നോട്ട് കുതിക്കുന്നവരാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്. ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംപിൾ റീഷൻ.